ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മച്ചന്മാരുടെ വിശേഷം? പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് കുംട്ട ബീച്ചിലാട്ടോ. ദേ നമ്മൾ നിൽക്കുന്നത് ആ വീടിൻ്റെ മേലെ ഉണ്ടോ, ആ വീടിൻ്റെ മേലെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മളിനി ഇത് അവിടെ കണ്ടോ ബോട്ടെല്ലാം ഒന്നുണ്ട് കേട്ടോ, മീനും കൊണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് പോയി ഒന്ന് കാണണം. ഇതേ ഒരു സാധനങ്ങളൊക്കെ കെട്ടിച്ചിറക്കുക കേട്ടോ. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം കേട്ടോ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എങ്ങനെയായാലും കംപ്ലീറ്റ് പറഞ്ഞു തരാം കേട്ടോ. കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല, പെരുന്നാളായാലും കുറേ ഡിഫറൻസ് ആട്ടോ എല്ലാം. ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആദ്യം ഇതൊന്ന് പോയി കാണട്ടെ കേട്ടോ. അപ്പോൾ ഈ മെഷീൻ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയില്ല കേട്ടോ. അവിടെ ഒരു മെഷീനുണ്ട്, അത് കെട്ടിപ്പൊയി വെച്ചായിരുന്നു, അത് ഓണാക്കിയിട്ടുണ്ട് അവർ. അതെനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതേ കേട്ടോ, എവിടെ ഓണാക്കി. അത് അവിടുന്ന് എന്തോ തോണി ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ യൂസ് ചെയ്യണത്. താണ്ടി ഇറങ്ങാൻ പറ്റും നോക്കട്ടെ കേട്ടോ. അവിടെ ഇറങ്ങാനൊരു ഗ്യാപ്പ് പോലുമില്ല. നമുക്ക് എങ്ങനെയായാലും അങ്ങോട്ട് പോയോട്ടെ. ഈ മെഷീൻ ഇപ്പോൾ ഓണാക്കും കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ മെഷീൻ. ഞാൻ സത്യം പറഞ്ഞത് കെട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മെഷീനല്ലാന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ഇതെന്തോ കണ്ടോ അങ്ങോട്ട് കയറ് വലിച്ചിട്ടുണ്ട്. ഗൈസ് അതന്നെ കേട്ടോ സംഭവം. നമ്മളെ വളരെ തള്ളിക്കയറലാണ്. ഇപ്പോൾ ഇവിടെ ഒരു മെഷീനാട്ടോ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതുണ്ടോ, അത് അവിടുന്ന് കെട്ടി വലിച്ചിട്ട് കണ്ടോ ഇതിമ കെട്ടും, എന്നിട്ട് ആ മെഷീന് വലിക്കലാട്ടോ. അങ്ങനെയാണ്. അതിമ്പോൾ എന്തോ ആക്സിലേറ്റർ പോലത്തെ സംഭവം ഒന്നും ഉണ്ട് കേട്ടോ. അവിടെ അത് വലിച്ച് കയറണു, ഇവിടെ അത് വലിച്ച് കയറണു കേട്ടോ. ഓക്കെ, വല്ലാണ്ട് എഫേർട്ട് കൊടുക്കാണ്ട് നമുക്ക് ജസ്റ്റ് ഇത് കറക്റ്റ് ഇതിമ കയറ്റി കിട്ടും. രണ്ട് പട്ടികത അതിൽ കയറ്റി കിട്ടും. അത് ബോട്ട് ഇനിയും വരുന്നുണ്ട്. ആ ബോട്ടിങ് ഇതിനുള്ളതാണ് ഞാൻ ചെന്നുണ്ടോ. അവിടെ ഒരു മെഷീൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഗൈസ് ഈ വീഡിയോ കംപ്ലീറ്റ് ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇൻഷാ അല്ലാ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എല്ലാം കൊള്ളിക്കും കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ അടുത്ത ബോട്ട് എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എല്ലാത്തിനും മീനുണ്ടെന്നാണ് തോന്നുന്നു. അതെ, ഇവരിഞ്ഞിത് ഇങ്ങോട്ടേക്ക്. അയ്യോ, അതൊരു ബോട്ട് തിരിക്കുക കേട്ടോ. അതായത് കറക്റ്റ് പൊസിഷനിലാക്കുകയാണ്. നമ്മളിത് ഈ ബോട്ട് വലിക്കണ കാഴ്ചയെല്ലാം പോലെ കാണിച്ചു തരാം കേട്ടോ. അവർ അടിയിലുള്ള മുട്ടി അത് സ്റ്റാൻഡ് ചെയ്യാനുള്ള മുട്ടി അതിന് എന്തോ തേക്കണമല്ലോ, എന്തോ ഗ്രീസ് എന്തോ അതിൽ കറക്റ്റ് നീങ്ങാൻ വേണ്ടിയിട്ടാവാൻ ചാൻസ് കേട്ടോ. ഗൈസ് അവിടെ വേലി തുടങ്ങി കേട്ടോ. അതുണ്ടോ അയവ അതിലോട്ട് നിന്നു. ഓക്കെ, ആ മെഷീൻ വെച്ച് വലിച്ചിട്ടു അതുവരെ ആ ബോട്ടിനെ. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, അത് അടുത്ത ബോട്ട് വന്നിട്ടുണ്ട്, അതിപ്പോൾ റെഡിയാക്കും. ബാക്കിൽ ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഗൈസ് അത് സ്റ്റാൻഡ് ചെയ്തിട്ടോ. അതായത് ഈ കുംട്ട ബീച്ചിൽ സെറ്റപ്പ് ആട്ടപ്പി കാണും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാതെ കുറേ ബോട്ടുണ്ട്. ബാക്കിൽ മെഷീനാട്ടോ ഈ കാണുന്നത്. അത് ബോട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. പോപ്പുലറാണ് ബാക്കിൽ എടുക്കുന്ന മെഷീൻ്റെ 2 എൻജിൻ കാണാണ്ട് കേട്ടോ ബാക്കിൽ. സെറ്റായിട്ടോ നമ്മുടെ ഏകദേശം സ്റ്റാൻഡ് ആയിട്ട് ഇതിങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ. അവിടെ മെഷീൻ വെച്ചിട്ട് അടുത്ത വണ്ടി അതാ വലിക്കണേ. അയിലല്ലേ, ചെറിയ അയില ചെമ്മീൻ കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ ഇവർക്ക്. എല്ലാവർക്കും മീൻ കമ്മിയാന്ന് പറഞ്ഞു കേട്ടോ. മത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും മീൻ കമ്മിയാണ്. എന്താണെന്നറിയില്ല. ആയിക്കോറ കുട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, മീൻ കമ്മി കേട്ടോ. നമ്മൾ ഇന്നലെ ഭക്ഷണമായി തന്ന ചേട്ടനാണ് രാത്രി. നീ വലയിൽ എന്ത് ചെയ്യണ്ടെന്നോ, ഇത് കിട്ടിയത് കമ്മിയാണ്. മീൻ വളരെ കമ്മിയാട്ടോ. ഇപ്പുറത്തെന്താ അവസ്ഥ അറിയില്ല. ഇതൊരു മീനെ കമ്മിയെ തോന്നുന്നു. ഗൈസ് ഇവർക്ക് മീൻ കിട്ടിയില്ല കേട്ടോ. ഇവർക്ക് ഒന്നും കിട്ടിയില്ലാന്ന് പാവം. അതുവരെ പോയത് വെറുതെ തോന്നുന്നു കേട്ടോ. ആകെ ഇവർക്ക് കുറച്ച് മീൻ കിട്ടിയേ ഉള്ളൂ കേട്ടോ. ഇനി അപ്പുറത്തൊക്കെ എന്താ അവസ്ഥ എന്നറിയത്തില്ല.
നോക്കാം കേട്ടോ. അത് ഇവർക്ക് തീരെ കിട്ടിയില്ല മീൻ. ഇനി ഇവർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മീനിൻ്റെ ഏരിയ നല്ല സ്മെല്ല്. ഈ മെഷീൻ നോക്കിയേ, ഈ എഞ്ചിൻ മേലാട്ടെ ഈ കണ്ട സംഭവം ഉറക്കിയാണ്. 2 എഞ്ചിൻ ഉണ്ട് കേട്ടോ, സിംഗിളല്ല ഡബിളായിട്ടുള്ള എഞ്ചിൻ വേല കേട്ടോ. ഇതിനൊക്കെ ഔട്ടർ മെഷീൻ വേറെ ബോട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഡബിൾ എഞ്ചിനാണ്. ഇവർ ഇന്നത്തെ കാര്യത്തിലൊക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ആ മെഷീനറ സാധനമല്ല. ഇവിടെ വല്ലതും കിട്ടിയാന്നോ? ഇവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ മീന്. ഫുള്ള് സപ്പോർട്ടാട്ടോ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു വേറെ ബീച്ചുണ്ട്, അങ്ങോട്ടെല്ലാം പോകാമെന്ന് പറഞ്ഞിട്ടോ. നമുക്ക് കഴിഞ്ഞത് ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഗൈസ് ഇവർക്ക് മെഷീൻ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഒരു വലിച്ച് കയറ്റുക കേട്ടോ. ഗൈസ് ഇതുണ്ടോ, ആ മെഷീൻ വെച്ചിട്ട് അവിടെ ഒരു ലിവർ എന്തേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലിവർ വെച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് ഉണ്ടോ, അതിങ്ങനെ തിരിഞ്ഞ് അവിടെ കാണുന്ന ആ ബോട്ടുണ്ട്, അവിടെ ഒരു ബോട്ടുണ്ട്. അത് വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ടോ. എത്ര ആൾക്കാരെ പിടിച്ച് ഇരിക്കണ നോക്കിയാൽ കുറേ പേരുണ്ട് കേട്ടോ വലിക്കാൻ. ഇഷ്ടംപോലെ ആൾക്കാർ. അവർക്ക് മെഷീൻ ഇല്ല, ബാക്കിയുള്ളവരെല്ലാം മെഷീൻ വെച്ചിട്ടാണ് വലിച്ച്. ഇവർ മാത്രം മെഷീൻ ഇല്ലാണ്ട് വലിക്കണുള്ളൂ. അങ്ങനെ നമ്മൾ വേറെ ബീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ തൊട്ടടുത്തുള്ള നല്ല കാറ്റുണ്ട് കേട്ടോ. വല്ലാണ്ട് അറിയണില്ല. ഈ സൈഡൊക്കെ നോക്കിയാൽ അടിപൊളി കേട്ടോ. എന്നെ രസമായി കാണാൻ. ഇവിടെ വലിയ ചെറിയ പാറക്കിട്ടല്ലോ അവിടെ ഫുള്ള്. നല്ല ഭയങ്കരമായിട്ട് കാണാൻ. ഇത് ആക്ച്വലി ഒരു കാട് പോലെയല്ലേ, നല്ല വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു കാട് പോലെ സ്ഥലം ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഗൈസ് ഇവിടെ ഒരു പാർക്ക് പോലെ സെറ്റപ്പ് ഇട്ട ചെറിയ പഴയ എന്തോ ആണ്. ഇതാണ് തോന്നുന്നുണ്ട് കുട്ടിക്കാരെ പറയുന്ന സ്ഥലം. ആക്ച്വലി ഇതൊരു ബീച്ച് സൈഡ് തന്നെ കേട്ടോ. ഇവിടെ നടപ്പാതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഈ സമയത്ത് വൈകുന്നേരം ചിലർക്ക് ടൂറിസ്റ്റുകാരൊക്കെ വരേണ്ട സ്ഥലങ്ങളാവാം. ഇതുണ്ടോ, ഇതിങ്ങനെ നടക്കുക കേട്ടോ. ഇഷ്ടംപോലെയുണ്ട് തോന്നുന്നു. ആഹാ, അത് അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ, അത് അടിപൊളിയാണല്ലോ. അത് നേക്കാം കേട്ടോ. അത് അവിടെയൊക്കെ ഒരു ദ്വീപ് പോലെ കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. അതുണ്ടോ, ഇവിടെ ഇങ്ങനെ താഴോട്ട് അങ്ങനെ നടക്കാം കേട്ടോ. കുറേ നടക്കാണ്ട് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈവനിങ് ഒക്കെ നല്ല വൈബായിരിക്കും. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ചില്ലായിട്ടിരിക്കട്ടെ. മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീനാണ്. ഇത് ഇങ്ങനെ സംഭവം അറിഞ്ഞില്ല കേട്ടോ. നമുക്ക് എങ്ങനെയായാലും നോക്കാം. ഈ വൈകുന്നേരം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എന്താ ഫുള്ള് വേസ്റ്റ് കേട്ടോ. അവിടെ നല്ല ആൾക്കാർ എത്ര കേട്ടോ വൈകുന്നേരം ഈവനിങ്. ഞാനും എനിക്കും കൂടി ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഇതേ അവിടെ എല്ലാം ഫുള്ള് കാര്യമായിട്ട് അങ്ങോട്ട് പോയാൽ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഇതുണ്ടോ, ഫുൾ പാർക്കിട്ടുള്ളതായിട്ട് അടിപൊളിയായിട്ട് നല്ല കാറ്റുണ്ട്. ചൂട് വല്ലാണ്ട് അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ തിരമാല കമ്മിയല്ലേ, തിരമാല കുറവാട്ടോ. ഇവിടെ ആ സൈഡിലൊക്കെ നല്ല തിരയുണ്ട്. ഇവിടെ തിരമാല കുറവുള്ള പോലെ കേട്ടോ. ചേട്ടൻ പറഞ്ഞത് വേണ്ടോ, ഇവിടെ ഫുള്ള് വേലിയായിട്ട് ഒരു കാരണം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ താഴോട്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് തെന്നി പോയിട്ട് താഴോട്ട് വന്ന് പാറയിലൊക്കെ അടിച്ചിട്ട് മരിക്കും അത്ര കേട്ടോ. അങ്ങനെ കുറേ പേര് മരിച്ചിട്ടുണ്ട് അത്ര. അപ്പോൾ അങ്ങനെയായിട്ട് ഈ വേലിയെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴോട്ടൊക്കെ കയറി ഇറങ്ങാൻ പറ്റും. വീടിൻ്റെ അടിയിലൂടെയൊക്കെ അങ്ങോട്ടൊക്കെ ആ പാറയുടെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മൂപ്പരിക്ക് അങ്ങനെ കാണിച്ച് നല്ല കാറ്റാട്ടോ. നല്ല അടിപൊളി കാറ്റുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങളാരെങ്കിലുമൊക്കെ
ഈ കുംട്ട ബീച്ചിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ. നല്ല അടിപൊളി വൈബ് ഏരിയ ആണ്, നല്ല വൈബ് പ്ലേസ്. നട്ടുച്ചക്കാണ് കഴിച്ചിരുമാതിരി തണുത്ത കാറ്റ് കൊടുക്കുന്നുണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വരും കേട്ടോ കുംട്ട ബീച്ച്. അതായത് നിങ്ങൾ ഗോവയിലോട്ട് പോകുന്ന വഴിയാണ് സംഭവം. ഒരു 150 കിലോമീറ്റർ മുമ്പേ കുംട്ട എന്ന് പറയും. കുംട്ട ടൗണിലാണ്. ടൗണിൽ നിന്ന് ഉള്ളോട്ട് കുറച്ചൊരു 5 കിലോമീറ്റർ പോരാണല്ലോ. ഇവിടുത്തെ കാഴ്ചകൾ, ലോക്കലായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണും കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് ആണ് ഇവിടെ കംപ്ലീറ്റ്. ഫുഡായാലും എന്തായാലും. ഗൈസ് ഇതിവിടെ ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ്. അതായത് കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ രാത്രി ഒന്ന് ക്യാമ്പൊക്കെ അടിക്കാത്ര. പക്ഷേ ഇവിടെ ക്യാമ്പൊക്കെ അടിക്കട്ടോ, അടിപൊളി പ്ലേസാണ്. നല്ല കാറ്റുണ്ട്, നല്ല വ്യൂ ആണ്. ഇവിടെ ക്യാമ്പ് ഫയർ പോലത്തെ സെറ്റപ്പൊക്കെ നടത്തിട്ടോ. ഇതൊക്കെ ഉണ്ട്. ഇത് അവിടെ ഈത്തപ്പയന്മാരുണ്ട് കേട്ടോ. അവിടെ ഈത്തപ്പയന്മാരാണെന്നാണ് പറഞ്ഞ്. അതിൽ ഈത്തപ്പയ ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് പോയി നോക്കട്ടോ. അവിടെ ഫുള്ള് കുപ്പിച്ചില്ല കേട്ടോ. കള്ളും കുപ്പിയുടെ ഇഷ്ടം പോലെ ഉണ്ട്. കാലിൽ കുത്തിക്കഴിഞ്ഞാൽ ചെറി ഇത് ചെറിയ കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചെറിയാണ്, ചെറി പച്ച. എന്തുണ്ട് ഈത്തപ്പയമരം കണ്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം. ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കാതെ ഇത് കച്ചറൊന്നും ഇടരുത്തിട്ടോ. ഇതൊന്നും മിസ് ചെയ്യരുത്. മഞ്ചാടിക്ക് ഇവിടെ എല്ലാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാൻ തോന്നുന്നു. അതിലൊരു ചെറിയ തോട് പോയി കണ്ടിട്ടോ. അങ്ങനെ ഒരു അരുവി പോലെ പോകും. ഇതുണ്ടോ, നല്ല നേരത്തെ ഏരിയ, സൂപ്പർ പോകാനെ. ആ പാറയുടെ മുകളിലൊക്കെ ഇങ്ങനെ കയറുന്ന അടിപൊളിയായിട്ട് ഈവനിങ്ങിൽ. ഇവിടെ വരുന്ന എങ്ങനെയാലും തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് ആട്ടോ. ഇവിടെ ആക്ച്വലി ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ സംഭവം. ഇവിടെ നാട്ടുകാർ അങ്ങനെയുള്ളവരെ അറിയുള്ളൂ കേട്ടോ. നല്ല തെളിനീര് പോലത്തെ വെള്ളം താഴ്ചിലും. ഇതിങ്ങനെ നേരെ കടലിലോട്ടാട്ടെ പോണത്. അങ്ങോട്ട് നോക്കി എന്താ രസം അറിയാം. വൈബ് ഏരിയ കേട്ടോ. അവിടെ എല്ലാം കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. അതേണ്ട അവിടെ ഫുള്ള് കംപ്ലീറ്റ് ബീച്ചാട്ടും. എൻ്റെ മോനെ രക്ഷിട്ടോ സീന് ഗൈസ്. ഇവിടെ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു ഏരിയ കുറേ കാണാൻ കേട്ടോ. പല രീതിയിലുള്ള ബീച്ച് സൈഡുകളാട്ടോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ കുംട്ട ഈ സൈഡിൽ. അപ്പോൾ ഇവിടെ എല്ലാം എങ്ങനെയായാലും ഒന്ന് മസ്റ്റ് ഒന്ന് വിസിറ്റ് ആട്ടോ. അവിടെ കണ്ടോ അടിപൊളി. അവിടെ അങ്ങനെ നമുക്ക് പാറയുടെ മുകളിൽ പോകും കേട്ടോ. ഇങ്ങേ സൈഡിൽ ബീച്ചാണ്, ഇങ്ങേ സൈഡിൽ ബീച്ചാണ്. അപ്പോൾ ഈ നമ്മളെ നല്ല രീതിയിൽ പിന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കംപ്ലീറ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ ആസ്വദിക്കുന്നു. പരമാവധി ഇതുവരെ കയറുന്നുണ്ട് കേട്ടോ. നല്ല ശക്തിയിലടിക്കുമ്പോൾ ഇത് കണ്ടോ എന്നാ രസമാണ്. വൈബ് ഏരിയ കേട്ടോ. വൈബ് എന്ന് വെച്ചാൽ വൈബ് ഏരിയ. നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ വീണ്ടും വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബീച്ച് സൈഡിലുള്ള ബീച്ചിലെ കരയുള്ള ഏരിയസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള കാണാം. ഇതുപോലെയുള്ള ഏരിയസ് കാണാം. പിന്നെ അതുപോലെ ഗോവ ബീച്ച് പോലെയുള്ള ഏരിയസ് കാണാം. എല്ലാം കാണാം. മീൻ പിടിക്കണ ഏരിയ കാണാം. എല്ലാം ഈ ഒരു ഒറ്റ റോഡിലുണ്ട് കേട്ടോ. നിങ്ങൾ കുംട്ടേന്ന് ടൗണിൽ നിന്ന് ആകെ 5 കിലോമീറ്റർ ഉള്ളോട്ട് കൊണ്ട് പോന്നാൽ മതി. സീനാണ്, ഒരു രക്ഷയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാലും ഇഷ്ടപ്പെടും. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണിച്ചു തന്നു. ഇവിടെയുള്ള അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ. யாரு பேரு അറിയില്ല. ഇത് ഇറങ്ങിയാ ഇത് പൊന്തി വന്ന് അസ്സലാമലൈക്കും. ഇത് ഇവിടുത്തെ ഒരു ദർഗയാണ് കേട്ടോ. ഒരു മക്കാമാണ്. ഏതൊരു വലിയ മഹാൻ്റെ കേട്ടോ. ആയതൊന്നറിയില്ല, ഇവർക്ക് പേരറിയില്ല കേട്ടോ. കുറേ കാലമായി ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട്. ഇത് ഈ ബീച്ച് സൈഡിൽ തന്നെയായിട്ടുള്ളത്. ഞാനത് വിചാരിച്ച് പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ല കേട്ടോ എനിക്ക്. ഓക്കെ ഗൈസ്, ആക്ച്വലി മക്കാമ് എത്രയോ വർഷം പഴക്കമുള്ള മക്കാമാട്ടോ. കുറേ വർഷം, 100 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. തൊട്ടടുത്ത് പള്ളിയും കാര്യങ്ങളൊന്നുമില്ല. മക്കാം എങ്ങനെ വന്നു എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അത് മൂപ്പർക്ക് വെച്ചിട്ട് മൂപ്പർക്കും അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അത്രയും പഴക്കം ഉണ്ടാവുമല്ലോ. ആരുടെ പേരൊന്നും അറിയില്ല.
കുറേ വർഷം മുമ്പ് ബാക്കിലുള്ള കേട്ടോ. ഇത് അവിടെ കേട്ടോ നമ്മളിത് റിട്ടേൺ പോകട്ടെ ചേച്ചിയുടെ നീലാകാശം. എൻ്റെ മോനെ വിഷ്വൽ ബ്യൂട്ടി കേട്ടോ, രക്ഷയില്ല. മീൻ പിടിക്കുന്ന സ്ഥലം കേട്ടോ എന്ന് പറഞ്ഞ് എന്നിട്ട് എല്ലാവരും ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. മീൻ ഇങ്ങനെ ചൂണ്ടിട്ടിരിക്കുക. ഇക്ക മീനിന് വല ഇട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല, വല ഇട്ടുണ്ട്. കിട്ടിയ ഭാഗ്യം. ചേട്ടാ കുറേ നേരം ഇത് പൊതിക്കുക കേട്ടോ, എല്ലാം കിട്ടിയെന്നോ. ആ മീൻ ഉണ്ട് കേട്ടോ, 1-2 മീൻ എന്തോ ഉണ്ട്. ഒരു മീൻ നല്ല ഫ്രഷ് മീൻ കേട്ടോ. ജീവൻ ഉണ്ട് കേട്ടോ, ജീവൻ. ക്യാറ്റ് ഫിഷ്, സ്റ്റാർ ഫിഷ്. ഫസ്റ്റ് ടൈം ഐ സി സ്റ്റാർ ഫിഷ്. നോക്കിയേ, അടിപൊളി. ഓക്കെ ഓക്കെ ഗൈസ്, വേറെ ഇതൊരു മീൻ കണ്ണ് പെടയണം. ജീവൻ ഉണ്ട് കേട്ടോ ഇതിന്. ഇതെന്ത് മീൻ? ക്യാറ്റ് ഫിഷ്. ഇതെല്ലാം കഴിക്കണ മീനെല്ലാം തോന്നുന്നു കേട്ടോ. നല്ല സാധാരണ മീനാണ് കേട്ടോ. സോസ് എടുക്കണ നോക്കി, ജീവൻ ഉണ്ടെന്ന് കേട്ടോ. ക്യാമറ ആക്ച്വലി ചെറിയ ചെറിയ ആര് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ കാലാന്ന് പറഞ്ഞു കേട്ടോ. അതിങ്ങനെ നടന്നു പോകട്ടെ. എവിടെ വെച്ച് പോയി ഇപ്പൊ ചത്ത് ഉണ്ടാവും അല്ലേ? ഉണ്ടോ? അത് വെച്ച് ഇവിടെ വെച്ച പോവാ പോലെ വെള്ളം വേണം അല്ലേ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കും കേട്ടോ. ആ നീങ്ങുന്നുണ്ട് കേട്ടോ. ഇത് സാധനം നീങ്ങിപ്പോണ്ടേ ചെറിയ രീതിയിൽ. ഓക്കെ ഇനി വെള്ളത്തിലേക്ക് ഇട്ടേ കേട്ടോ. വെള്ളത്തിലിട്ട് ജീവുണ്ട് കേട്ടോ, ചത്തിട്ടില്ല. അപ്പം അതിൻ്റെ 2ാം ജന്മമാണ് ഗൈസ്. നമുക്കിനി പോകട്ടോ. ഗൈസ് അങ്ങനെ എത്ര ദിവസം ലോഡ് വെച്ച് ഓടിച്ചിട്ട് ലോഡില്ലാണ്ട് ഓടിക്കണേ എന്തോ പോലെ. വണ്ടി തീരെ ബാലൻസ് ഇട്ടില്ല കേട്ടോ. ഈ റോഡിൽ ബസ് ഉണ്ട് കേട്ടോ. എന്തേ ഇടക്കിടക്ക് പോവുള്ളൂ, എപ്പോഴും ഇല്ല. എപ്പോഴെങ്കിലൊക്കെ ഒരു ബസ് പോയാൽ പോയി. അങ്ങനെ കേട്ടോ, അവിടെ നിർത്തി കൊടുക്കുക, അതുകൊണ്ട് പോയിക്കോട്ടെ. ഗൈസ് ഞങ്ങളതെ ഉൾഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലം ചെറിയൊരു ടൗൺ ഇന്നലെ പോയായിരുന്നു. അത് ഏത് റൂട്ടിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ വെറുതെ ചുമ്മാ കറങ്ങാനാട്ടോ. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇതാട്ടെ നമ്മളെ പള്ളി. ആക്ച്വലി ഇവിടുത്തെ ഒരു വലിയ പള്ളി ഇതാട്ടോ, ജുമാ പള്ളിയാണ്. വലിയ പള്ളിയാട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പെരുന്നാളൊക്കെ കൂടിയത്. അപ്പം നമ്മളിതാ സൈക്കിളിൽ ലോഡ് വെക്കാഞ്ഞിട്ട് എന്തോ പോലെ കേട്ടോ, സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ പോലെ. അപ്പം നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എവിടേക്കാ എങ്ങനെയൊന്നും അറിയത്തില്ല. റോഡ് മേ അല്ലോ ഹിന്ദിയൊക്കെ തൊള്ളിയിൽ വരുന്നു. ഹിന്ദിയൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി പഠിക്കട്ടോ കുറച്ചൊക്കെ കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ പോവാട്ടോ. ഇത് ഏതുവരെ റൂട്ട് വരുന്നുണ്ട് അറിയില്ല. അല്ലോ പിള്ളേരത് സൈക്കിളായിട്ട് വരുന്നത്. അങ്ങനെ ചായക്കടയിൽ കയറിയാ കേട്ടോ. ഇവിടെ അതായത് ബജ്ജി ഞങ്ങൾ നല്ല ഉരുളങ്ങേങ്ങ് ബജ്ജിയൊക്കെ ഉണ്ട്. ഇവിടെ ഉരുളങ്ങേങ്ങ് നമ്മൾ ലേസിൻ്റെ ആകൃതിയിൽ ചെത്തിയിട്ട് ഉണ്ടോ ബജ്ജി ഉണ്ടോ ഇതേപോലെ കേട്ടോ. ഇവിടുത്തെ ബജ്ജി നല്ല രസം ഉണ്ട് കഴിക്കാനായിട്ട്. ചൂട് കപ്പ പൊരിച്ച് കൊണ്ടുവന്ന കേട്ടോ. നല്ല സൂപ്പർ ബജ്ജി. ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇടണം. നമുക്ക് 10 രൂപ ചിലപ്പം അല്ലെങ്കിൽ 20 രൂപ തോന്നുന്നുണ്ട് കേട്ടോ. 5-6 പീസുണ്ട് ഉണ്ട് അവിടെ. ഫ്രഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ചായ എടുത്തണം, ചായ കുടിക്കണം കേട്ടോ ഗൈസ്. ഞാൻ വീണ്ടും നമ്മളെ റൂമിൻ്റെ അടുത്ത് എത്തിയില്ല. സൈക്കിള് ചവിട്ടിയുടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെറിയ കട കേട്ടോ, ചായക്കട. ഇവിടുത്തെ ഈ വേറെ താത്തമാർ നടത്തുന്ന കട തന്നെ കേട്ടോ. നമ്മളെ പേരൻ്റെ മേലെ നിൽക്കുന്നത്.
വ്യൂ നോക്കിയാൽ അടിപൊളി കേട്ടോ, നല്ല രസമുള്ള വ്യൂ ആണ്. അവിടെ സൂര്യൻ അങ്ങ് മൂടി കേട്ടോ മേഘം. അവിടെ നോക്കിയാൽ അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കണ പോലെ അല്ലേ, അടിപൊളി കേട്ടോ. ഈ തോണികളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയോട്ടെ ഈ കടൽ സൈഡിൽ നിൽക്കണേ. അവിടെ നോക്കി പല നിറത്തിലും പലരും പല നിറത്തിലാട്ടോ അങ്ങനെ നിൽക്കണേ. ഇതെല്ലാം രാവിലെ പോയിട്ട് മീൻ പിടിക്കാനായി. ഇത് അവിടെ നോക്കി ആ ഭാഗം നോക്കിയേ, ഒരു മേഘം കണ്ടോ പല നിറത്തിലായിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നോക്കിയാൽ അവിടെ സൂര്യൻ്റെ ലൈറ്റ് അടിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളൊരു ലൈറ്റ് അടിക്കുന്നത് പോലെ ആണ് സൂര്യൻ ഇപ്പോൾ അവിടെ കാണുന്നത്. ഇതുണ്ട് നല്ല ഭംഗിയാട്ടോ. ആളുകളെല്ലാം അവർ നാട്ടു വർത്താനം പറഞ്ഞിരിക്കണം. ഫുൾ ആൾക്കാരാണ് കേട്ടോ, എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ, പലതരത്തിലും പല ആളുകളും പല വർത്തമാനങ്ങളായിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. ഇതേ നമ്മളും കൂട്ടത്തിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതേ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ബോൾ കളിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ. ഫ്രഷ് മീനാണ് ഇപ്പോൾ കൊണ്ടുവന്നത് ഉണ്ടോ, ഫുള്ള് വലയെന്ന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് അതിനൊക്കെ മത്തിയാണോ അതോ എന്താണെന്ന് അറിയത്തില്ല, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് എവിടെ എല്ലാം കൊട്ടിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവർ ഓരോ വല ഇങ്ങനെ കറക്റ്റ് നീക്കിയിട്ടുണ്ടോ. ഇത് ഇവിടെ വിൽപ്പന നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ തൂക്കാൻ എണ്ണ എന്നൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. അതായത് അതായത് 10 മത്തിക്ക് 100 രൂപ, 10 മത്തിക്ക് 200 രൂപ, അങ്ങനെയൊക്കെയാട്ടോ റേറ്റ് വരുന്നത് ഇവിടെ കേട്ടോ. അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. നമ്മുടെ നാട്ടിൽ തൂക്കല്ല കൊടുക്കുന്നത്, ഇവിടെ എണ്ണത്തിനാണ് പൈസ. പുറത്തൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനെ എണ്ണീരം തോന്നണം കൊടുക്കണം, അറിയില്ല കേട്ടോ കറക്റ്റ്. നല്ല സൂപ്പർ മത്തിക്ക ഫ്രഷ് സാധനം അതൊക്കെ ഇറക്കണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ പൂച്ചയുണ്ട് കേട്ടോ. പൂച്ചകൾക്കുള്ള മീൻ എന്താ വെച്ചാൽ പൂച്ചകൾക്കുള്ള മീൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് വേസ്റ്റ് ഇങ്ങനെ ഏറുണ്ടത് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. ഇതൊന്നും കാണില്ലാണ്. എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി, എന്താ പറയുക, അതായത് ഇവർ ഇത് മത്തിക്ക് യൂസ് ചെയ്യുന്ന നെറ്റാട്ടോ. അതായത് മത്തിക്ക് ഒരു നെറ്റ്, അതുപോലെ വേറൊരു മീനിന് വേറെ നെറ്റ്, അങ്ങനെയായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇത് മത്തി, അതിന് ഇടയിൽ ചെറിയ മീനുകൾ കുടുങ്ങും, അത് വേറെ. പക്ഷേ കൂടുതലും മത്തിയാട്ടോ കൊടുക്കുന്നത്, ഫുള്ള് മത്തിയാണ്. അതായത് ഇവിടെ 10 മീനിന് 100 രൂപ അങ്ങനെയാട്ടോ ഇവിടെ മീൻ കൊടുക്കണം. ഇത് കണ്ടോ, ഇവർക്ക് ഭയങ്കര ഇതാട്ടോ. ഇവർ കുറേ ആൾക്കാർ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് മീൻ എടുക്കുന്നുണ്ട്, അടിപൊളിയാണ്. ഇതുണ്ട് നൈറ്റ് കേട്ടോ. ഗൈസ് എന്നെ കാണാമോ ഗൈസ്? ഇവർ മീൻ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 10 മീനിന് 100 രൂപ വെച്ചിട്ട് അങ്ങനെ കേട്ടോ ഇവിടെ. അത് പുറത്ത് മാർക്കറ്റിൽ ചെന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേറെ രീതിയിലാട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ മീൻ പിടിക്കുന്നിടത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതുണ്ടോ, ഇവരോട് ഇങ്ങനെ മീൻ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല രസമുള്ള നല്ല കാഴ്ച. എല്ലാവരും കൂടി കുറേ പേര് സഹകരിക്കുന്നുണ്ട്. അത് ഇവർ കൂട്ടത്തിലുള്ള ആൾക്കാരൊന്നും അറിയില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഫുൾ മീനാണ് കണ്ടോ, ഫ്രഷ് മീനുകളാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇതിന് രാവിലെ വല ടച്ച് പിന്നീട് എടുക്കാൻ പോയതാണ് കേട്ടോ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്.